ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. ക്യാരറ്റും ചെറുപഴവും അതേപോലെ ബദാമും വെച്ചിട്ട് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹെൽത്തിയായ ഈ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്, അതേപോലെ ബദാം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്, എന്നിട്ടാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തത്. അതേപോലെ ഒരു 3 ചെറുപഴം എടുത്തിട്ടുണ്ട്, ഇതും തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇവ ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. പാൽ ഉപയോഗിക്കാം, പാൽപ്പൊടി ഉപയോഗിക്കാം, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തിയായി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ബദാം 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതേപോലെ ക്യാരറ്റ് നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്ന കാരണം അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. നമ്മളുടെ ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ജ്യൂസാണ്. ഇതുവരെ ഇതേപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ചെറുപഴം നല്ല മധുരമുള്ളതാണ്. പാൽപ്പൊടിയിലും പഞ്ചസാര ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര തീരെ ഇടാതെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ക്യാരറ്റല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഈ രീതിയിൽ ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഞാൻ തയ്യാറാക്കിയ ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.